ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ലവർ. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം. എന്നാലേ മുന്നോട്ട് പോകുമ്പോൾ കഥകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. വീഡിയോ കണ്ട് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹോറങ്ങ് തേഹോയോട് ദേഷ്യപ്പെട്ട് മാർട്ടിൽ നിന്ന് വെളിയിലേക്ക് പോടെ എന്ന് പറഞ്ഞതും തേഹോയും ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. ഇത് കണ്ട് മനസ്സ് വരാത്ത നമ്മുടെ ഹീറോയിൻ അവനെ അന്വേഷിച്ച് അവന്റെ പിന്നാലെ പോകുമ്പോ ഇവനാണെങ്കിൽ ഒരിടത്ത് വന്ന് ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുമായിരിക്കും. ഇത് കണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഹോറങ്ങ് അവനെ വഴക്ക് പറഞ്ഞത് കൊണ്ട് പാവം ഫീൽ ചെയ്യുമായിരിക്കും എന്ന് കരുതി അവൾ അടുത്തേക്ക് ചെന്ന് ബോസ് എന്ന് വിളിച്ചാല് ഇവൻ പെട്ടെന്ന് പേടിച്ച് കയ്യിലിരിക്കുന്നത് എന്തുടയ്ക്കുന്നുണ്ട്. നോക്കിയാല് ഈ സ്ക്വിഡ് ഗെയിം സീരീസിലുള്ള പോലെ ഒരു മിഠായി ഉണ്ടല്ലോ, അതേപോലെ ഒന്ന് വാങ്ങിച്ചിട്ട് അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് അത് അവൻ കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എന്താ ബോസ് ചെയ്ത് ഞാൻ വരെ നിങ്ങള് ഹോറങ്ങ് ബോസ് വഴക്ക് പറഞ്ഞെന്ന് കരുതി ആ ദേഷ്യത്തിൽ കുടിച്ച് എവിടെങ്കിലും വീണ് കിടക്കുമെന്ന് കരുതി. ശരി, ഓക്കെ, നമുക്ക് മാർട്ടിനുള്ളിലേക്ക് പോകാം വാ എന്ന് പറഞ്ഞ് വിളിച്ചാല് ഞാൻ മാർട്ടിനുള്ളിൽ ഉള്ളതും ഇല്ലെങ്കിലും ഒരേപോലെ തന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അവൻ ഫീൽ ആയിട്ട് പറയുന്നത് കേട്ട് ഹീറോയിനെ കൊണ്ട് ഒന്നും പറയാനും പറ്റുന്നില്ല. എന്തൊക്കെയായിരുന്നാലും അന്ന് ലീജൻ കേടായ മീൻ വാങ്ങിക്കൊണ്ട് വന്നിരുന്നാലും എങ്ങനെയൊക്കെ അവൻ അത് മനസ്സിലാക്കി പഠിച്ചെടുത്ത് അവൻ ചെയ്ത് തെറ്റ് തിരുത്തി അത് വിറ്റു തീർത്തു. പക്ഷെ ഞാൻ മണ്ടത്തരം കാണിച്ച് 1.2 മില്യൺ വോണാണ് നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുന്നത്. സോ ഞാൻ ചെയ്തിരിക്കുന്നത് വലിയ വലിയ തെറ്റാണെന്ന് തേഹോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബോസേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല ബിസിനസ് അറിയാവുന്ന മാർക്കറ്റിംഗ് അറിയാവുന്ന ആളുകളോട് ഇതിനെപ്പറ്റി ചോദിച്ചറിഞ്ഞ് പഠിച്ചാൽ എന്താ? ബിക്കോസ് നമ്മുടെ ഈ നാട്ടിനടുത്തുള്ള മിസ്റ്റർ പാർക്ക് എന്ന വ്യാപാരിയുടെ അടുത്ത് നിന്നാണ് ഹോറങ്ങ് ബോസും ഇതെല്ലാം പഠിക്കുന്നതെന്ന് ഹീറോൻ പറഞ്ഞത് കേട്ട് ഓ അങ്ങനെയൊക്കെയാണല്ലേ, എന്നാ ശരി ഞാനും അവരോട് ചോദിച്ച് അതൊക്കെ പഠിക്കാൻ പോകുവാണെന്ന് ഇപ്പൊ തേഹോയും തീരുമാനിക്കുവാണ്. മറ്റൊരു സൈഡില് നമ്മുടെ ജിന യോങ്മിനെ മീറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് ബോറം മാർട്ടിലേക്ക് വന്നിരുന്നല്ലോ, അതിപ്പോ വലിയ വിഷയമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയാസും അവളുടെ ചില ഫാൻസും ജിനയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞ് പ്രശ്നമുണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ കാരണം മാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് പേടിച്ച് യങ്മിൻ നിങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ആകുമൊന്നും വേണ്ട, ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്തോളാം എന്ന് അവൻ വളരെ ശോകത്തിൽ പറയുന്നത് കേട്ട് ഹോറങ്ങിനും ലീജിനും വളരെ ടെൻഷൻ ആകുന്നുണ്ട്. കാരണം അവൻ ജിനയുടെ പ്രോബ്ലം ആണോ സോൾവ് ചെയ്യാൻ പോകുന്നത് അതോ മാർട്ടിനെ രക്ഷിക്കാനാണോ പോകുന്നത് എന്ന് ചിന്തിച്ച് ഇവരാകെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് കയറി വരുന്ന നമ്മുടെ തേഹോ ഞങ്ങളുടെ തേക്കോണ്ടോ സ്റ്റുഡിയോയുടെ 34ാമത്തെ ആനിവേഴ്സറി ആണ്, ഇന്ന് ആരെങ്കിലും പാർട്ടിയിൽ വരുന്നുണ്ടെന്ന് ചോദിച്ചാല് ഇല്ല, എനിക്കൊരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടെന്ന് ഹോറങ്ങ് പറയും. എടാ മണ്ട, ഞങ്ങളുടെ തൈക്കോണ്ടോ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തതും നിന്റെ അമ്മയുടെ ബർത്ത്ഡേ ഡേറ്റും ഒന്നാണ്, നിനക്ക് ഇപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഇന്ന് അവന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന വിഷയം പോലും ഹോറങ്ങിന് ഓർമ്മ വരുന്നത്. ഇപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് അവൻ ചോദിച്ചാല് അമ്മയെ മീറ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്തിട്ട് വാട എന്ന് പറയുവാണ്. പക്ഷെ എനിക്ക് ഈ മിസ്റ്റർ പാർക്കിന്റെ ഗോഡൌണിൽ നിന്ന് ഗുഡ്സ് എടുക്കേണ്ട ജോലി ഉണ്ടെന്ന് ഹോറങ്ങ് പറഞ്ഞതും അത്രയല്ലേ ഉള്ളൂ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് തേഹോ പ്ലാൻ ചെയ്തിട്ട് മിസ്റ്റർ പാർക്കിനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുവാണ്. പക്ഷെ അവൻ നമ്മുടെ ഹോറങ്ങിനെ പോലെയല്ല, ഹീറോ വളരെ ചുറുചുറുക്കുള്ള പയ്യനാണല്ലോ, നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്യും. പക്ഷെ ഇവൻ 2 ബോക്സ് എടുത്തു വെക്കുമ്പോഴേക്കും അയ്യോ അമ്മയെ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞിരുന്നതും മിസ്റ്റർ പാർക്കിന് ഇത് കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. ഇപ്പൊ നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ ജോലിയൊക്കെ ചെയ്യുന്നതെന്ന് അവര് ചോദിച്ചതും തേഹോയും അവന്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്റെ ലൈഫിൽ സക്സസ് ആകാം എന്നാ കരുതിയത്, പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല. സോ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് കുറച്ച് അഡ്വൈസ് തരാമോ സാർ എന്ന് ചോദിച്ചതും നമ്മൾ ബിസിനസ് തുടങ്ങുന്ന ആരംഭത്തില് നമ്മൾ എന്തെങ്കിലും ത്യാഗം ചെയ്താലേ ഫ്യൂച്ചറിൽ നമ്മളെ കൊണ്ട് നിറയെ പ്രോഫിറ്റ് കാണാൻ കഴിയും. നീ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന എല്ലാം വിറ്റ് അതിലെ ലാഭം വാങ്ങാൻ ശ്രമിക്കരുത്, അതിൽ നിന്ന് നിറയെ സാധനങ്ങൾ ഫ്രീ ആയിട്ടും കൊടുക്കണം, എന്നാലേ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് മിസ്റ്റർ പാർക്ക് മുഖ്യമായ ഒരു അഡ്വൈസ് അവന് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്താല് നമ്മുടെ ഹോറങ്ങ് അവന്റെ അമ്മയെ മീറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുവാണ്. അവന്റെ അമ്മ ഈ കിംചി സൈഡ് ഡിഷസ് ഒക്കെ ഓണായിട്ട് ചെയ്ത് വിൽക്കുന്ന ഒരു ബിസിനസ് ആണ്. അമ്മേ, ഈ കസ്റ്റമേഴ്സ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഡിഷില് എന്തെങ്കിലും കുറവ് പറഞ്ഞാല് എങ്ങനെ നിങ്ങൾ അത് മാറ്റിയെടുക്കും, എങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്തു വരുമെന്ന് ഹോറങ്ങ് അമ്മയോട് ചോദിച്ചാല് കസ്റ്റമേഴ്സ് പറയുന്ന ഓരോ കുറവും മനസ്സിലാക്കി അതേപോലെ മാറ്റി ചെയ്താലേ നമ്മളെ കൊണ്ട് ബിസിനസ് നടത്താൻ കഴിയും. കാരണം നമ്മൾ മുഴുവനായി കസ്റ്റമേഴ്സിനെ ആശ്രയിച്ചാണ് ഉള്ളത്. അങ്ങനെയുള്ളപ്പോ അവര് പറയുന്നതും മനസ്സിലാക്കിയെടുത്ത് അതേപോലെ ബിസിനസ് ചെയ്താലേ നമുക്ക് പ്രോഫിറ്റ് കാണാൻ കഴിയുമെന്ന് അമ്മ അഡ്വൈസ് കൊടുത്തതും താങ്ക് യു സോ മച്ച് അമ്മേ, ഞാൻ എന്റെ ബാൻഡ് ഡിസ്ബാൻഡ് ആയതിനു ശേഷം ഇത് ചെയ്തിട്ടേ ഇല്ല, ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ ചിരിച്ചുകൊണ്ട് ഒരു ഫിംഗർ ഹാർട്ട് എടുത്ത് കാണിച്ച് അമ്മയോടുള്ള സ്നേഹം കാണിച്ചതും അമ്മയ്ക്ക് ഇത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ
നമ്മുടെ തേഹോയ്ക്ക് ഒരു മുഖ്യമായ കാര്യത്തിന് വേണ്ടി അവന്റെ ചേച്ചിയുടെ തായ്ക്കൊണ്ടോ സ്റ്റുഡിയോയുടെ കാർ ആവശ്യം വരും. ആരും കാണാതെ പമ്മി പമ്മി വന്ന് അത് അടിച്ചു മാറ്റാനായിട്ട് നോക്കുമ്പോ ഒരു കുട്ടി ഓടി വന്നിട്ട്, അങ്കിള് എന്താ ഇപ്പോ നിങ്ങൾ ഈ സ്റ്റുഡിയോയിലൊക്കെ ഒന്നും വരാത്തെ? ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോഴാ തിരികെ വന്ന് ഞങ്ങൾക്ക് തൈക്കോണ്ടെ പഠിപ്പിച്ച് തരാൻ പോകുന്നെന്ന് ചോദിച്ചാല്, അങ്കിള് ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ബിസിനസ്സിലാണുള്ളത്. അതൊക്കെ സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരാം. അങ്കിളിനെ മിസ് ചെയ്യരുത് എല്ലാവരോടും പറയണമെന്ന് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവന്റെ ചേച്ചി കണ്ടിട്ട്, എടാ നാണം കെട്ടവനെ, നിന്നോട് ആരാടെ ഇവിടേക്ക് കാല് കുത്താൻ പറഞ്ഞതെന്ന് ടെൻഷനായിട്ട് വരുമ്പോ, ഒന്നുമില്ല ചേച്ചി, എനിക്ക് നിങ്ങളുടെ കാർ ആവശ്യമുണ്ട്, അതെടുത്തിട്ട് പോകാൻ വന്നതാണ്, സോറി എന്ന് പറഞ്ഞ് കീയുമായിട്ട് ചേച്ചി അവനെ പിടിച്ച് പഞ്ഞിക്കിടുന്നതിന് മുമ്പേ അവൻ അവിടെ നിന്ന് ഓടിക്കളയും. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ രാവിലെ ഹോറങ്ങ് അവന്റെ അമ്മ കൊടുത്തു വിട്ട എല്ലാ ഫുഡ്സും ബോയ്സിന്റെ കൂടെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും അത് കഴിച്ചു നോക്കിയിട്ട് അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുവാണ്. ശരി, അമ്മയ്ക്ക് നീ എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കൊടുത്തിട്ട് വന്നതെന്ന് ചോദിക്കുമ്പോ, ഞാൻ ഫിംഗർ ഹാർട്ട് ആണ് കൊടുത്തതെന്ന് അവൻ പറയും. എന്ത് ഫിംഗർ ഹാർട്ടോ എന്ന് ഹീറോയിൻ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുമ്പോ, അതെ ഇതേപോലെ എന്ന് പറഞ്ഞ് അവൻ ചിരിച്ചിട്ട് അവൾക്ക് നേരെ അതേപോലെ കാണിച്ചതും, ഹീറോയിൻ ആണെങ്കിൽ അവൾക്ക് ചുറ്റും ബട്ടർഫ്ലൈ ഒക്കെ പറക്കുന്നത് പോലെയുണ്ട്. വളരെ ഷൈ ആയി ക്യൂട്ടായി അവളുടെ സ്മൈല് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുവാണ്. അപ്പോ തേഹോ ലീജിനോട്, എടാ നിന്റെ യൂട്യൂബ് ചാനലില് 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞില്ലേ, സോ എപ്പോഴാ ഞങ്ങൾക്ക് ട്രീറ്റ് തരാൻ പോകുന്നെന്ന് ചോദിച്ചതും, എന്ത് എന്റെ ചാനലിലോ 1000 സബ്സ്ക്രൈബേഴ്സോ എവിടെയെന്ന് പറഞ്ഞ് അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് എടുത്ത് നോക്കിയാല് ശരിക്കും അവന്റെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. അപ്പൊ ഞാനും ഒരു യൂട്യൂബർ ആയി കഴിഞ്ഞല്ലേ, റീസെന്റ് ആയിട്ട് ചെയ്ത ഫിഷ് ബ്ലോഗ് കണ്ടിട്ടാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിയതെന്ന് ലീജൻ പറഞ്ഞതും, എന്നാ ഇനിയും നിറയെ ഫിഷ് വ്ലോഗുകളൊക്കെ ചെയ്തിട്, അപ്പൊ നിനക്ക് വലിയൊരു യൂട്യൂബർ ആകാലോ എന്ന് ഹോറങ്ങ് പറയുവാണ്. അപ്പോ ആരോ ദൂരത്ത് നിന്ന് വിളിക്കുന്നത് കേട്ട് എത്തി നോക്കിയാല് അത് നമ്മുടെ ജിനയുടെ മാനേജർ ആയിരിക്കും. യങ്മിനെ മീറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ചതും യങ്മിനും അയാളെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതേപോലെ ജിന നിന്നെ ഇവിടെ കാണാൻ വന്നത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട്, സോ നീ വേണം മീഡിയയ്ക്ക് മുമ്പിൽ ഇതിനൊരു ക്ലിയർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ. സ്ക്രിപ്റ്റ് നൈറ്റ് ഞാൻ നിനക്ക് അയച്ചു തരാം, അത് പഠിച്ചിട്ട് വേണം നീ പറയാൻ. അത് അങ്ങനെ തന്നെ മീഡിയയ്ക്ക് മുമ്പിൽ നീ പറഞ്ഞാൽ മതി. ജിന ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളും. ഇതിന് നിനക്ക് എത്ര പണം വേണമെന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞതും, നിങ്ങളൊക്കെ പറഞ്ഞത് എനിക്ക് ഓക്കെ ആണ്, പക്ഷെ കോമ്പൻസേഷൻ ഞാൻ പറയുമെന്ന് അവൻ പറഞ്ഞതും, ശരി നിനക്ക് എത്രയാണ് വേണ്ടതെന്ന് അയാളും ചോദിക്കും. എനിക്ക് നിങ്ങൾ തരുന്ന പണം ഒന്നും വേണ്ട, പക്ഷെ ജിനയോട് ഇനി മുതൽ എന്നെ ഇവിടേക്ക് കാണാൻ വരരുതെന്ന് പറയണം, അത് മാത്രം മതി എന്ന് യങ്മിൻ പറയുവാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ നമ്മുടെ തേഹോ വർക്കിന് വരുമ്പോ ഒരു കോസ്മെറ്റിക് സ്റ്റോർ കാണുന്നുണ്ട്. അത് കണ്ടതും അവന് ഹീറോയിനെയാണ് ഓർമ്മ വരുന്നത്. ബിക്കോസ് അന്ന് അവന്മാര് ഒരു സെലിബ്രിറ്റിയുടെ അസിസ്റ്റന്റ് ആയും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യാനായിട്ട് പോയപ്പോ ഹീറോയിനോടാണ് ഇവർ അഡ്വൈസ് ചോദിച്ചത്. അപ്പൊ അവളും അവള് യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ കാണിച്ചിട്ട്, ഞാൻ എന്റെ സ്കിൻ ടോണിന് വേണ്ടി ഈ ബ്ലഷ് ആണ് യൂസ് ചെയ്യാറ്, ഈ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഓർമ്മ വന്നതും അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാമെന്ന് കരുതി അവനും ആ സ്റ്റോറിനുള്ളിലേക്ക് കയറി പോകുവാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ രാവിലെ കച്ചവടം തുടങ്ങാൻ പോകുമ്പോ അന്ന് വെജിറ്റബിൾസ് വാങ്ങി പ്രശ്നമുണ്ടാക്കി പോയ 2 ലേഡീസ് ഉണ്ടല്ലോ, അവര് വന്നിട്ട്, എവിടെയാ നിങ്ങളുടെ വെജിറ്റബിൾസ്, ഞങ്ങൾക്ക് ഇന്ന് ഓർഡർ കിട്ടിയില്ലെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയതും, ഇവന്മാർക്കാണെങ്കിലും ഒന്നും മനസ്സിലാകുന്നില്ല, വെജിറ്റബിൾസ് സപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു ഓർഡറും ഇവിടെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവന്മാര് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോ അവിടേക്ക് വരുന്ന നമ്മുടെ തേഹോ, ഇനി നിങ്ങൾക്ക് ഞാൻ വെജിറ്റബിൾസ് ഫ്രീ ആയി തരാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാൻഡിലെ വെജിറ്റബിൾസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി മുതൽ അത് പേ ചെയ്ത് വാങ്ങിക്കൊണ്ടു പോകണം, മുന്നത്തെ പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് അത് ഡോർ ഡെലിവറി ചെയ്തോളാം എന്ന് അവൻ പറഞ്ഞതും, എന്താടാ നീ ചെയ്തു വെച്ചതെന്ന് ഹോറങ്ങ് കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കുവാണ്. അപ്പോഴാണ് നമുക്ക് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത്, അവൻ മിസ്റ്റർ പാർക്കിനെ മീറ്റ് ചെയ്ത് ബിസിനസിന് വേണ്ടി അഡ്വൈസ് ചോദിച്ചപ്പോ, നീ വാങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റും വിറ്റ് ലാഭം നോക്കാനായിട്ട് ശ്രമിക്കരുത്, അതിൽ നിന്ന് കുറച്ച് ഫ്രീ ആയിട്ടും സപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് കേട്ടിട്ട് ഡെയിലി രാവിലെ അവരുടെ റെസ്റ്റോറന്റിന് മുമ്പില് ഇവൻ സാമ്പിൾ വെജിറ്റബിൾസ് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് വെക്കും. അത് ആ ലേഡീസും എടുത്ത് യൂസ് ചെയ്തിട്ടാണ്, നല്ലതായത് കൊണ്ടാണ് അവരിപ്പോഴും തിരികെ ആ വെജിറ്റബിൾ തേടി വന്നിരിക്കുന്നത്. അതായത് അന്ന് ചെയ്ത വലിയ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് നമ്മുടെ തേഹോ ഇവർക്ക് ഇത്രയും നാളും ഫ്രീ ആയിട്ട് വെജിറ്റബിൾസ് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ ആ അമ്മച്ചിമാർക്കും നമ്മുടെ മാർട്ടിന്റെ സർവീസും ഇഷ്ടമായി, അവരുടെ വെജിറ്റബിൾസും ഇഷ്ടമായതുകൊണ്ട്, ശരി ഓക്കെ ഇത് നോക്ക് പിള്ളേരെ, ഇനി 4 മാസങ്ങൾ കൂടുമ്പോ ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് വെജിറ്റബിൾസ് വാങ്ങിക്കോളാം, നിങ്ങളുടെ സർവീസും ഞങ്ങൾക്ക് ഇഷ്ടമായി, വെജിറ്റബിൾസ് ഇഷ്ടമായി, അതുകൊണ്ട് പേയ്മെന്റിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വേണ്ട, അത് ഞങ്ങൾ അപ്പോ തന്നെ റെഡി ക്യാഷ് ആയിട്ട് തരാമെന്ന് പറഞ്ഞതും നമ്മുടെ ബോയ്സിന് എല്ലാവർക്കും ഇത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. തേഹോ കാരണം ക്യാൻസൽ ആയ ആ ഡീല്
തിരികെ അവൻ തന്നെ തിരിച്ചു പിടിച്ചത് കണ്ട് ബോയ്സ് എല്ലാവരും അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രോ, നിന്നെ ഓർത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുണ്ടടേ എന്ന് പറഞ്ഞതും ഈ അഭിമാനം കിട്ടേണ്ടത് എനിക്കല്ല, ഇത് മിസ്റ്റർ പാർക്കിനാണ് സ്വന്തം എന്ന് പറഞ്ഞതും എന്ത് മിസ്റ്റർ പാർക്കോ എന്ന് പറഞ്ഞ് ഹോറങ് ആകെ ഷോക്ക് ആകുന്നുണ്ട്. അതേ ബ്രോ, ഞാനും അവരുടെ അടുത്ത് ചെന്നാണ് ഈ ബിസിനസ് ടിക്കുകളൊക്കെ പഠിച്ചെടുത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കറക്റ്റ് ടൈമില് ഇവരുടെ സിഇഒ മിൻ അവിടേക്ക് കയറി വരുന്നുണ്ട്. ഇവന്മാർക്ക് എല്ലാവർക്കും ഇയാളെ കണ്ടത് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ദെൻ ഹോറങ് അവനെ തനിയെ കൂട്ടിക്കൊണ്ട് വന്ന് ഇപ്പോ നിങ്ങൾ എന്തിനു വേണ്ടി എവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോ ഞാൻ കരുതിയത് നിങ്ങൾ ഈ മാർട്ട് വിറ്റിട്ട് ആ പണവുമായിട്ട് എല്ലാവരും രക്ഷപ്പെട്ട് ഓടുവന്ന. പക്ഷെ തിരക്കേടില്ല, നിങ്ങൾ അതൊരു ചാലഞ്ചായി എടുത്ത് ബിസിനസ് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. പക്ഷേ എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മര്യാദയ്ക്ക് ഈ മാർട്ട് എനിക്ക് തന്നിട്ട് തിരികെ ഓടിപ്പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞതും അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ 5 പേരും ഈ ബിസിനസിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞു. സോ അത്രയും ഈസി ആയിട്ട് ഞങ്ങൾ തിരികെ പോകുന്നില്ല. ഞങ്ങൾക്കൊരു ഐഡൽസ് ആകാൻ പറ്റാത്തതിന് കാരണം നിങ്ങൾ തന്നെയാണ്. എല്ലാവരുടെയും കരിയേഴ്സും സ്പോയിൽ ആയതിന് കാരണം നിങ്ങൾ ഒരുത്തനാണ്. സോ നിങ്ങളുടെ മുമ്പില് ഞങ്ങള് സക്സസ്ഫുൾ ആയി ജീവിച്ച് കാണിക്കാനാ പോകുന്നതെന്ന് മാസായി ബോൾഡായി ഹോറങ് പറഞ്ഞതും ഈ തിളപ്പൊക്കെ എത്ര നാള് വരെ എന്ന് നമുക്ക് കാണാം. നീ ഒരിക്കൽ എന്നെ തേടി വരും, ഇതാ എന്റെ വിസിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ആ സിഇഒ അവിടെ നിന്ന് പോകുവാണ്. കട്ട് ചെയ്താല് നമ്മുടെ സംവോയോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന മ്യൂസിക് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നല്ലോ, അവർ ഈ ബോറുമാറ്റിലേക്ക് വരുന്നുണ്ട്. ബോയ്സ് എല്ലാവരും ഇവരെ കണ്ട് ആരാ എന്ന് ചോദിക്കുമ്പോ ഞാനും ബില്യൺസ് കണക്കിനുള്ള തണ്ടേഴ്സ് ബോയ് ഗ്രൂപ്പിന്റെ മൈൽസ് ബോളിൽ ഒരാളാണെന്ന് പറഞ്ഞതും നമ്മുടെ പയ്യന്മാർക്ക് അത്രേ ഉള്ളൂ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതായത് BTSന് എങ്ങനെയാണോ ആർമീസ് ഉള്ളത്, 17 എങ്ങനെയാണോ ക്യാരറ്റ്സ് ഉള്ളത്, അതേപോലെ ഇവരുടെ തണ്ടർ ബോയ് ഗ്രൂപ്പിന്റെ ഫാൻഡമാണ് മൈൽസ് ബോൾസ് എന്നത്. 5 വർഷത്തിന് മുമ്പേ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഡിസ്ബാൻഡ് ആയി പോയ ഒരു ഗ്രൂപ്പിന് ഈ നാളെ വരെ ഒരു ഫാൻ ഉണ്ടെന്ന് പറഞ്ഞത് കേട്ട് നമ്മുടെ ബോയ്സ് എല്ലാവരും വളരെ സന്തോഷപ്പെടുന്നുണ്ട്. ഇതേപോലെ ഞങ്ങളുടെ കമ്പനിയിലെ റീസെന്റ് ആയി ഈ റിട്ടയർഡ് ആയ ഐഡൽസിനെ ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ നിങ്ങൾ തണ്ടേഴ്സ് ബോയ് ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങളുടെ സിഇഒയോട് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നിങ്ങളോട് ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. വിരോധമില്ലെങ്കിൽ അവരെ ഞാൻ ഉള്ളിലേക്ക് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചതും ഇവന്മാരും വളരെ സന്തോഷത്തോടെ ഷുവർ വിളിച്ചോ എന്ന് പറയുവാണ്. പക്ഷെ നമ്മുടെ ഹോറങ്ങിന് മാത്രം അതെന്തോ ഇഷ്ടപ്പെടുന്നില്ല. ഉള്ളിലേക്ക് വന്ന സിഇഒയും മിസ്സിസ് ജിൻ നിങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ച് നിറയെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എന്നാലും സാരമില്ല, നിങ്ങളുടെ ഗ്രൂപ്പ് എങ്ങനെയാണ് ഡിസ്ബാൻഡ് ആയി പോയെന്ന് അറിഞ്ഞതും എനിക്ക് വളരെ വിഷമായി. അതുകൊണ്ടാണ് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഒരു പെർമിഷൻ തന്നാൽ നമുക്ക് നാളെ തന്നെ ഒരു പ്രീ ഷൂട്ട് നടത്താം. ഞങ്ങളത് എന്തായാലും ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇത് ചുമ്മാ നിങ്ങളുടെ ഒരു കംഫർട്ടിന് വേണ്ടി മാത്രമാണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ മുന്നേ തരാം. അതിനു വേണ്ടിയുള്ള ആൻസേഴ്സ് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്താൽ മതി. നിങ്ങൾ അതിന് റെഡി ആണോ എന്ന് സിഇഒ ചോദിച്ചതും ബോയ്സ് എല്ലാവരും ഹോറങ്ങിനോട് ആലോചിച്ച് പറയാതെ എടുത്ത വഴിയെ ഓക്കെ ഷുവർ ഞങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് പറയാണ്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഹോറങ്ങും തലയാട്ടുന്നുണ്ട്. ദെൻ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയതിനു ശേഷം തിരികെ നമ്മൾ ഒരു ഐഡൽ ആകാൻ പോകുവാണെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും വളരെ സന്തോഷപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിന് നമ്മുടെ 5 ബോസുമാരും മുന്നേ ഐഡൽസ് ആയിരുന്നെന്ന വിഷയം മനസ്സിലാകുന്നത്. ഇത്ര നാളെ എന്തേ എന്നോട് ഇത് പറയാതിരുന്നെന്ന് ചോദിച്ച് അവൾ ആകെ ഷോക്ക് ആകുന്നുണ്ട്. പക്ഷേ ഹോറങ്ങിനെ കൊണ്ട് ഇതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. കാരണം അവൻ ഈ ഇന്റർവ്യൂ ഓർത്ത് വളരെ പേടിക്കുന്നുണ്ട്. ഇതുകൊണ്ട് അവനും അവന്റെ ടീംമേറ്റ്സിനും പിന്നെയും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ, അവരുടെ ഇപ്പോഴത്തുള്ള ലൈഫിനെ അത് ബാധിച്ചാലോ എന്ന് ഇവന് നല്ല പോലെ പേടിയാകുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മെയിൻലി ഇതൊരു ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രാമ ആയതുകൊണ്ട് ഇതിന്റെ എപ്പിസോഡ്സ് ഒക്കെ റിലീസ് ആയതിനനുസരിച്ചാണ് നമുക്ക് വീഡിയോ ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇതിന്റെ അടുത്ത എപ്പിസോഡ്സ് ഒക്കെ റിലീസ് ആയതിനു ശേഷം നമുക്ക് വീഡിയോ ചെയ്തിടാം. അതുവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും മറ്റ് ചാനൽസ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ഈ ഡ്രാമയുടെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.